അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യമുള്ളവരെ, ഒരിക്കൽ ഒരു നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു പുരോഹിതനുണ്ടായിരുന്നു. രാജാവും പുരോഹിതനും തമ്മിൽ വളരെയധികം അടുപ്പത്തിലായിരുന്നു. രാജാവിനെ പുരോഹിതൻ കാണുമ്പോഴെല്ലാം പുരോഹിതൻ രാജാവിനോട് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു: അഹ്സിൻ ഇലൽ മുഹ്സിനി ബി ഇഹ്സാനിഹി ഫഇന്നൽ മുസീഅ സതക്ഫീഹി ഇസാഅതുഹു. ഉപകാരം ചെയ്യുന്നവർക്ക് താങ്കൾ പ്രത്യുപകാരം ചെയ്യുക, തിന്മ ചെയ്യുന്നവർക്ക് അവരുടെ തിന്മ തന്നെ മതിയാകുമെന്ന് ഈ പുരോഹിതൻ രാജാവിനെ എപ്പോഴും ഉണർത്താറുണ്ടായിരുന്നു. അപ്പോ രാജാവും പുരോഹിതനുമായുള്ള അടുപ്പം കണ്ട് രാജാവിന്റെ മന്ത്രിക്ക് വളരെയധികം അസൂയയായി. ഒരിക്കല് മന്ത്രി വന്ന് രാജാവിന്റെ അടുത്ത് പറയുകയുണ്ടായി: രാജാവേ, അങ്ങയുടെ പുരോഹിതനുണ്ടല്ലോ, അദ്ദേഹം പുറത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞു നടക്കാറുണ്ട് രാജാവിന്റെ വായിൽ ഭയങ്കര നാറ്റമാണ്. അപ്പോ രാജാവ് പറഞ്ഞു: എന്നാൽ അതൊന്നും എനിക്ക് അറിയണമല്ലോ. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടി പറയുകയുണ്ടായി. ഇപ്പൊ രാജാവിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് മന്ത്രി അദ്ദേഹത്തിന് സൽക്കാരം നൽകിയിരുന്നു. സൽക്കാരത്തില് അധികമായി ഭക്ഷിക്കാനുള്ളത് ഉള്ളി കൊണ്ടുള്ള വസ്തുക്കളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോ വാ പൊത്തിയിട്ട് രാജാവിന്റെ അടുക്കൽ സംസാരിക്കുകയുണ്ടായി. അപ്പൊ രാജാവ് മനസ്സിൽ ചിന്തിച്ച്, ശരിയാണല്ലോ എന്റെ മന്ത്രി പറഞ്ഞത്, ഇദ്ദേഹത്തിന് എന്റെ വായിലെ നാറ്റം പഠിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ ഇദ്ദേഹം വായും മൂക്കും കൂടെ ഒരുമിച്ച് പൊത്തിക്കൊണ്ട് സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചു. അങ്ങനെ രാജാവിന് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. രാജാവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു കത്ത് എഴുതും. ആ കത്ത് കൊണ്ട് രാജാവിന്റെ പ്രജകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും ഒരുപാട് സ്വർണം കൊണ്ടുള്ള വസ്തുക്കളും ലഭിക്കും. അങ്ങനെ ഈ പുരോഹിതന് ഒരു കത്ത് എഴുതി കൊടുക്കുകയുണ്ടായി. അപ്പൊ മന്ത്രി ഇതെല്ലാം കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുകയാണ്. ഞാൻ രാജാവിന്റെ അടുത്ത് ഇങ്ങനെയൊന്നല്ലോ അല്ലല്ലോ അവതരിപ്പിച്ചത്, രാജാവ് എന്തിനാണ് ഈ അദ്ദേഹത്തിന് സ്വർണമെല്ലാം നൽകുന്നത്? അങ്ങനെ അദ്ദേഹം ഈ കത്തുമായി രാജാവിന്റെ അടുക്കൽ നിന്ന് മടങ്ങുമ്പോൾ ഈ അത്യാഗ്രഹിയായ മന്ത്രി അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഈ കത്ത് മേടിച്ച് പ്രജകളുടെ അടുക്കലേക്ക് പോവുകയാണ്. പുരോഹിതന്റെ നല്ല മനസ്സ് കാരണം അദ്ദേഹം അത് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. മന്ത്രി ഇത് സ്വർണവും നാണയങ്ങളും പണവും എല്ലാം മേടിക്കാൻ വേണ്ടി പ്രജകളുടെ അടുക്കലേക്ക് പോയി. പിറ്റേ ദിവസം പുരോഹിതൻ തിരിച്ചു വന്ന് രാജാവിനെ കണ്ടപ്പോ പറഞ്ഞ അഹ്സിൻ ഇലൽ മുഹ്സിനി ബി ഇഹ്സാനിഹി ഫഇന്നൽ മുസീഅ സതക്ഫീഹി ഇസാഅതുഹു. ഈ വാക്ക് പറയുന്നതിന് മുമ്പ് രാജാവ് ആകെ അമ്പരന്നിരുന്നു. ഇന്നലെ ശരിക്കും രാജാവ് ആ കത്തിൽ എഴുതി കൊടുത്തിരുന്നത് സ്വർണ്ണ നാണയത്തിന് വേണ്ടി അല്ലായിരുന്നു. ഈ കത്തുമായി വരുന്ന ആളെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ തൊലി ഉരിച്ച് എന്റെ മുമ്പിൽ ഹാജരാക്കണമെന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. ശരിക്കും പുരോഹിതനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട രാജാവ് ചോദിച്ചു: താങ്കൾ എന്താ ഇവിടെ? താങ്കൾ ഇന്നലെ അവർ കൊന്നില്ലേ? അതോ താങ്കൾ എന്നെ പറ്റിച്ചതാണോ? താങ്കൾക്ക് തന്ന കത്ത് പ്രജകൾക്ക് കൊടുത്തില്ല എന്നെല്ലാം ആശങ്കപ്പെട്ട് രാജാവ് ചോദിക്കുമ്പോൾ ആ പുരോഹിതൻ പറഞ്ഞത്: മന്ത്രി എന്റെ അടുക്കൽ ആ കത്ത് ചോദിച്ചു, ഞാൻ എന്റെ നല്ല മനസ്സ് കാരണം മന്ത്രിക്ക് കൊടുത്തു ആ കത്ത്. ഇത് കേട്ടപ്പോ രാജാവ് ചോദിച്ചു: ഞാൻ ആ കത്തിൽ എഴുതിയിരുന്നതൊക്കെ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞപ്പോ പുരോഹിതൻ രാജാവിനോട് ചോദിച്ചു: അല്ല രാജാവേ, താങ്കൾ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ കത്തെഴുതിയത്? അപ്പൊ രാജാവ് പറഞ്ഞു: താങ്കളെ കുറിച്ച് എന്റെ അടുത്ത് മന്ത്രി പറഞ്ഞിരുന്നു. താങ്കൾ പുറത്തുള്ള ആളുകളോട് പറയുന്നു എനിക്ക് വായ്നാറ്റമാണെന്ന്. അപ്പോ താങ്കൾ ഇന്നലെ എന്റെ അടുക്കൽ വന്നപ്പോ വായ് പൊത്തി പിടിച്ചാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മന്ത്രി പറഞ്ഞത് ശരിയായിരിക്കുമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു: രാജാവേ,
ഇന്നലെ രാജാവ് എന്നെ വിളിച്ചപ്പോൾ മന്ത്രി ഒരുപാട് എനിക്ക് ഉള്ളി തന്ന് സൽക്കരിച്ചിരുന്നു. അപ്പൊ ഉള്ളിക്ക് നല്ല സ്മെല്ലാണല്ലോ. രാജാവിന്റെ അടുക്കൽ വരുമ്പോ രാജാവിന് സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വായ് പൊത്തിയതാണ്. അപ്പൊ കാര്യമെല്ലാം രാജാവിന് മനസ്സിലായപ്പോ രാജാവ് പറഞ്ഞു, ശരിയാണ് താങ്കൾ പറയുന്ന വാക്ക്. അഹ്സിൻ ഇലൽ മുഹ്സിനി ബിഇഹ്സാനിഹി ഫഇന്നൽ മുസീഅ സതക്ഫീഹി ഇസാഅതുഹു. ഉപകാരം ചെയ്യുന്നവർക്ക് പ്രത്യുപകാരം ചെയ്യുക. തിന്മ അസൂയ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ തിന്മ തന്നെ മതിയാകുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നാം അസൂയുള്ളവരായി തീരരുത്. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ രാജാവിന്റെ മന്ത്രിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് നാം നമ്മുടെ അസൂയയും അഹങ്കാരവും എല്ലാം മറന്ന് ഈ ദുനിയാവിനെ തന്നെ മറന്ന് ജീവിക്കണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ കഥ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു നമ്മുടെ അസൂയെല്ലാം മാറ്റാൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.